വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വാനില ചോക്ലേറ്റ് ഗ്ലാസ് പുഡിംഗ് ആണ്. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതുപോലെ 3 ഗ്ലാസും ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. 1/4 കപ്പ് കോൺഫ്ലോർ, 1/4 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മൈദ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊരു പാനിലിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോരുത്. ഇപ്പം ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് നേരത്തെ അടിച്ചു വെച്ച പാൽ കോൺഫ്ലോർ മിശ്രിതം ചേർക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് തിക്കാക്കി എടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകും. അതുകൊണ്ട് കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ കസ്റ്റർഡ് പൗഡറും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നേരിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ഇത്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോകും. ഏകദേശം ഒരു 1/4 ഗ്ലാസോളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഗ്ലാസ്സിലും ഒഴിച്ച് എടുക്കാം. ഇപ്പം 3 ഗ്ലാസും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ 4 തൊട്ട് 5 മണിക്കൂർ വരെ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വേണം വെക്കാൻ. 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാലൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഗനാഷ് ആണിത്. ഇപ്പം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണെങ്കിലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കട്ടിയാക്കി എടുക്കാം ഒരു 2 മണിക്കൂർ. ഇപ്പോൾ നമ്മളുടെ ഗ്ലാസ്സിലെ വാനില നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സൈഡൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടു പോരുന്നുണ്ട്. നമ്മൾ ബട്ടറൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റ് ടെക്സ്ചറാണിത്. ഇനി നമുക്കിത് കാഷ്യൂ നട്ട്സിലേക്ക് ഇട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സിന് പകരം ബദാമോ കപ്പലണ്ടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിതിലേക്ക്. ഇത് വേണമെങ്കിൽ മിൽക്ക് പുഡിംഗ് നമുക്ക് പകുതിയായിട്ട് മുറിച്ചും ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വാനിലയും ചോക്ലേറ്റും കാഷ്യൂ നട്ട്സും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മളുടെ വാനില ചോക്ലേറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.